എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഈ ആഴ്ച നിങ്ങളുടെ എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന എന്തൊക്കെയാണ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഒരു ജനറൽ റീഡിങ് അല്ല, ജനറൽ റീഡിങ് ആണ്, പേഴ്സണൽ റീഡിങ് അല്ല. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് അല്ല, നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ എൻ്റെ അടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തന്നു കഴിഞ്ഞാൽ എൻ്റെ ജാതകം കൂടി നോക്കി തരുന്നതാണ്. ഓക്കെ, ഞാൻ പൈൽ റീഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഈ കുങ്കുമച്ചേപ്പുണ്ട്, പിന്നെ ഒന്നുണ്ട്. ഇതിലേതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം ഏതാണ് സെലക്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് റീഡിങ് കാണാം കേട്ടോ. ഓക്കെ, യൂണിവേഴ്സ് എൻ്റെ യൂണിവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് നല്ലൊരു മെസ്സേജസ് എന്താണ്, യൂണിവേഴ്സ് നല്ല മെസ്സേജസ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നല്ല മെസ്സേജസ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നല്ല മെസ്സേജസ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നല്ല മെസ്സേജസ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് നൽകുന്ന യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഈ ആഴ്ച യൂണിവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്. ഓക്കെ, കാർഡ് എടുത്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഓക്കെ, നമുക്കാദ്യം ഇത് സെലക്ട് ചെയ്തവരുടെ കാര്യം പറയാം. നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ എങ്ങനെയാണോ അതിന് നല്ലൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതാണ്. പുതിയ എന്തെങ്കിലുമൊക്കെ കുറിച്ചൊരു തുടക്കം, ലൈഫിൽ നല്ലൊരു ചേഞ്ച്, നല്ല പുതിയ പുതിയ ഐഡിയാസ് വരാം, പുതിയ കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കും എന്നാണ് പറയുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് ആയാലും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ഇനി ഒരു സ്റ്റാറായിട്ട് നിങ്ങൾ തിളങ്ങുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു പുതിയൊരു പേഴ്സൺ ആവാം. ഇനി ഒരു കാര്യങ്ങളെ കുറിച്ചും വേവലാതിയൊന്നും ഇല്ലാതെ, ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നല്ലൊരു ജീവിതമാണ് ഇനി വരാൻ പോകുന്നത്. ഈ ആഴ്ചയിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കുറെ ഓപ്പർച്യൂണിറ്റീസ് വരാം, ജോലിനെ പറ്റിയ എന്തിനേലും പറ്റിയൊക്കെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങൾക്ക്. നല്ല എന്താണ്, ഇനി ഫ്രീഡം കിട്ടാൻ പോകണമെന്നാണ് പറയുന്നത്. ഇനി ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോവാണ്. കുറെ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം നല്ല ശാന്തതയാണ് ഇനി വരാൻ പോകുന്നത്. ലൈഫില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അതെല്ലാം മാറി ഇനി നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി ഒരു സ്റ്റാറായി തിളങ്ങാൻ പോകുമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരും, അതാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ആരുടെയും ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സ്വന്തം സ്വപ്രയത്നം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ വേണോ അതെല്ലാം
നിങ്ങളിലേക്ക് വരുന്നാണ് പറയുന്നത്. ഒരു പ്രായമായ സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരിക്കാം. അതൊക്കെ അത് ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാവുന്നൊരു പ്രണയാവും എന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു ഇതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇനി ആഘോഷം നടക്കാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു ആഘോഷമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ ആഴ്ച എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ട് അങ്ങനെ നല്ലൊരു സന്തോഷം വരാം നിങ്ങളിലേക്ക്. പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അങ്ങനെ വളരെ സന്തോഷം. പഴയ ആൾക്കാരൊക്കെ, പഴയ റിലേഷൻ ഉള്ളവരെ ആരെങ്കിലൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടാ ഈ ആഴ്ചയില്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാനോ അതിനൊക്കെ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഇനി പറയുന്നത്. നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെ. അതിനൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും കേട്ടാ. പിന്നെ നല്ല രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. ഹാർഡ് വർക്കിലൂടെ നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു റിലേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാരേജിനൊക്കെ സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് കൂടാനായിട്ടൊക്കെ ഒരു സമയമായി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വരുന്നത് അത്രയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇത് സെലക്ട് ചെയ്തിട്ട് ഈ കുങ്കുമച്ചപ്പ് സെലക്ട് ചെയ്തവരുടെ കാര്യം പറയാം. ഇപ്പൊ കുറച്ച് പ്രയാസങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ മാറാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും അസുഖങ്ങൾ വരെ അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സങ്കടങ്ങൾ വരാ, ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ വരാ, രാത്രിയിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ, എണീറ്റിരുന്ന് കരയാനൊക്കെ തോന്നാ. അത് നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരോടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റിനൊക്കെ ഓർത്തിട്ട് വേദനിക്കുക. കഴിഞ്ഞ കാലത്ത് നടന്ന ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നാണ് പറയുന്നത്. ഒരുപാട് ഭയമുണ്ട്, കുറ്റബോധമുണ്ട്, ഒരുപാട് സംശയങ്ങൾ വരാ, വലിയ വലിയ ആശങ്കകൾ, അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങളിപ്പോ ഒരു റിലേഷനിലാണെങ്കിൽ അതിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കുറ്റബോധം, നിങ്ങളുടെ റിലേഷനിലുള്ള നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തൊന്നും തുറന്നു പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ അടുത്തുനിന്ന് കള്ളം മറച്ചു പിടിക്കാൻ, എല്ലാം നിങ്ങളുടെ അടുത്ത് കള്ളാണ് പറയുന്നത്, സത്യമെല്ലാം മറച്ചു വെക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെടാൻ പോകണമെന്നാണ് പറയണത്. ഇനി കുറച്ച് സമാധാനത്തിലേക്ക്, ഐക്യത്തിലേക്കൊക്കെ വരാൻ പോവാണ്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുള്ള സമയം കഴിഞ്ഞു. ഇനി മികച്ച ഭാവിയിലേക്കാണ് നിങ്ങൾക്ക് പോകുന്നത്. എന്തെങ്കിലും ഒരാഴ്ച നിങ്ങൾക്ക് നല്ലതായിട്ട് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. നിങ്ങളിപ്പോ പുറത്ത് വിദേശത്ത് അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കാം. ഫാമിലിയോട് കൂടിയോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാനായിട്ടൊരു സമയമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി എല്ലാത്തിനും ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനും ശാന്തി കിട്ടുക. ഇനി നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണെന്നാണ് പറയണത് കേട്ടാ. എല്ലാ തടസ്സങ്ങളും മറികടന്ന് നിങ്ങൾക്ക് എല്ലാ വേദനയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തിയാണ് വരാൻ പോകുന്നത്. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും, എല്ലാ തടസ്സങ്ങളിൽ നിന്നും, എല്ലാ വേദനകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടാവുന്ന, എല്ലാം റിലീഫ് കിട്ടാൻ പോവാണെന്നാണ് പറയണത്. ഇപ്പോഴത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തികളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവേ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. അതെല്ലാം ഇനി മാറി വരാനായിട്ടാണ് പോകുന്നത്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാൻ പോവാ. റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ആ റിലേഷനിൽ തന്നെ ഇനി നല്ലൊരു ബന്ധത്തിന്റെ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ ആ ബന്ധം വളരെ ദൃഢമാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നല്ല അടുപ്പവും സ്നേഹവും എല്ലാം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി നല്ല നല്ല മുന്നേറ്റങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്.
നിങ്ങളെ നല്ല ശക്തമായ ആദർശവാദിയായ ഒരു വ്യക്തിക്കാണെന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ ഇത്തിരി ഗൗരവമൊക്കെ ഉണ്ടെന്ന് തോന്നും. നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ നിങ്ങളെ വ്യക്തിയും തമ്മിൽ ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അതൊക്കെ മാറിപ്പോ വരും കേട്ടോ. ഈ ആഴ്ചയില് അതിനെല്ലാം മാറ്റം വരാനായിട്ടൊരു സാധ്യതയുണ്ട്. വളരെ മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയാണിത്. നിങ്ങളെ നല്ല മെച്യൂരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇനി എന്തായാലും അതൊരു എന്താ പറയാ, ജോലി സ്ഥലത്തായാലും ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു എന്തെങ്കിലും തർക്ക വിഷയങ്ങളിലൊക്കെ ഒരു അഭിപ്രായം പറയാ, അതിനൊക്കെ ആഗ്രഹിക്കുക. പിന്നെ ഇപ്പൊ നിങ്ങളെ ഒരു ലൈഫിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്. അതെന്തായാലും അത് മാറി വരും. ഇപ്പൊ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്ട് ആയിട്ടിരിക്കേ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അതൊക്കെ മാറി വരാനായിട്ട് ഇനി ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണ് നല്ല ഉറച്ച നല്ല ശക്തമായ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തിയാണ്. പൈസയൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ നിങ്ങളുടെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന അതിന് നല്ല എന്താ പറയാ വ്യക്തതയോടുകൂടിയല്ല നിങ്ങൾ ചെയ്യുന്ന ഒരാൾക്കാരാണ്. നിങ്ങളിലേക്ക് നല്ല സൗഭാഗ്യവും എല്ലാം ഭാഗ്യവും സൗഭാഗ്യവും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവാണ്. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ തീരും എന്നാണ് പറയുന്നത്. ഈ ആഴ്ച അപ്പോൾ വളരെ നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇത് തെരഞ്ഞെടുത്തവർക്ക് മാത്രം ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി അതിൽ നിന്ന് മാറ്റം വരുന്നു എന്നാണ് പറയുന്നത്. ഈ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ മാറി ഇനി നല്ലത് വരും എന്നാണ് പറയുന്നത്. ഇത് സെലക്ട് ചെയ്തവർക്ക് അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും